ഒരാളോട് നമ്മൾ ആരാണ് എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുത്താലേ അയാൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളെ മുമ്പ് പരിചയമില്ലാത്ത ഒരാൾക്ക് അയാൾക്ക് എങ്ങനെയാണോ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ രൂപത്തിൽ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറയണം ഞാൻ നല്ല ദീനുള്ള മനുഷ്യനാണ്. ഇനിയിപ്പോൾ പുറമേ നമ്മൾ 5 നേരം പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മുടെ നാട്ടുകാരോടും ഒക്കെ ചോദിച്ചാൽ അവരും പറയുന്നുണ്ടാകും 5 നേരം പള്ളിയിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ഈ പറഞ്ഞ ആർക്കും അറിയില്ല. നമ്മുടെ മനസ്സ് എത്ര നല്ലതാണെങ്കിലും എത്ര മോശപ്പെട്ടതാണെങ്കിലും ഈ പറഞ്ഞ ആർക്കും എന്തില്ല, നമ്മുടെ മനസ്സറിയില്ല. ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞ അറാബികളായിട്ടുള്ള ആളുകൾ അവർ പ്രവാചകനോട് പറയാണ് വല്ലാഹി ആമൻതു, അള്ളാഹുവാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. എന്തിനാ അവർ പറയുന്നത്? കേവലം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ പറയാണ്. നമുക്ക് ഭൗതികമായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വേണമെങ്കിൽ, ചിലപ്പോൾ ജോലിക്ക് നല്ല വിശ്വാസമുള്ള ദീനുള്ള ഒരാൾ വേണ്ട പൊസിഷൻ ഉണ്ടാവാം, അല്ലെ വിവാഹം കഴിക്കുന്ന സമയത്ത് ദീന് വേണം എന്ന ഒരു നിബന്ധന ഉണ്ടാവും. അത് നമ്മൾ വായ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭൗതിക നേട്ടങ്ങളിലോട്ട് അടുക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ആളുകളെ കുറിച്ച് പടച്ചവൻ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകരെ 49-16 വചനം, ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനികും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഖുൽ, നബിയെ പറയുക, അതുഅല്ലിമൂനല്ലാഹ ബിദീനികും, അള്ളാഹുവിനെയാണോ നിങ്ങളുടെ ദീനിനെ പറ്റി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അത് കൃത്യമായി അറിയുന്നവൻ അള്ളാഹു ആയിരിക്കെ ആ അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു കൊടുക്കണോ? ഞാൻ ഇങ്ങനെ ദീനുള്ള മനുഷ്യനാണ്, നിങ്ങളുടെ മനസ്സ് അറിയില്ല അള്ളാഹു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും അള്ളാഹു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആലോചിച്ചൊക്കെ എത്ര വലിയ മണ്ടത്തരാന്നുള്ളത്. അള്ളാഹു പറയുകയാണ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയുന്നവനാണ്. ഈ ബോധം നമ്മുടെ മനസ്സിലുമാണ്. നമ്മുടെ പുറമെ എന്ത് കാട്ടിക്കൊണ്ട് നടന്നാലും ബാഹ്യമായ നിലയിൽ എന്തൊക്കെ പ്രവർത്തിച്ചാലും നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ള കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ഏത് സൽപ്രവർത്തിക്കും നിയ്യത്ത് വേണമെന്ന് പോലും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നിയ്യത്തില്ലാതെ ഒരു കാര്യം ചെയ്താൽ അതിനേക്കാൾ പ്രതിഫലം ലഭിക്കുക നിയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്ന ഒരു ചിന്ത സദാ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ.